Welcome to RK's Stories. താളം ഭാഗം 33. മേശപ്പുറത്തിരിക്കുന്ന നീല കളറുള്ളൊരു സൂട്ട് കേസിലേക്കാണ് അവളുടെ നോട്ടം ചെന്ന് വീണത്. പൂർണ്ണമായും അടച്ചിട്ടില്ലാത്ത ആ സൂട്ട് കേസിന്റെ പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന ചുവന്ന പട്ടിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ഭരതനാട്യത്തിന് ഉപയോഗിക്കുന്ന വസ്ത്രമാണ് അതെന്നു മനസ്സിലായതും അവളുടെ കണ്ണുകൾ വിടർന്നു. ആ സൂട്ട് കേസിനൊപ്പം ഒരു ടേപ്പ് റെക്കോർഡറും മേശപ്പുറത്തിരിപ്പുണ്ട്. അല്പനേരം മുന്നേ ഉണ്ടായ തിക്താനുഭവത്തിന്റെ മാനസിക സംഘർഷം മറന്നുകൊണ്ടവൾ ചുറ്റിനും നോക്കി. അടഞ്ഞുകിടക്കുന്ന ആ മുറിക്കുള്ളിലെ രഹസ്യം എന്തായിരിക്കുമെന്ന് പലവട്ടം തലപുകിച്ചിട്ടുള്ള അവൾ കിട്ടിയ അവസരം മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു. ചുറ്റിനും ഒന്നുകൂടി നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൾ മുറിക്കുള്ളിലേക്ക് കടന്നു. സ്യൂട്ട് കേസ് മലർക്കെ തുറന്ന അവൾ പട്ടിന്റെ ആ വസ്ത്രം കയ്യിലേക്കെടുത്ത് തന്റെ സംശയം ശരിയാണെന്ന് ഉറപ്പുവരുത്തി. അതെ, ഇതേതോ പെൺകുട്ടി ഉപയോഗിച്ചിട്ടുള്ള ഡാൻസിന്റെ വസ്ത്രം തന്നെ. അവൾ മനസ്സിൽ ഉരുവിട്ടു. മിക്കവാറും ഇത് സേതുവേട്ടൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ തന്നെയാവും. അവൾ വീണ്ടും ആ സൂട്ട് കേസിനകത്തേക്ക് നോക്കി. കമിഴ്ത്തി വെച്ചിരിക്കുന്ന ഫ്രെയിം ചെയ്തൊരു ഫോട്ടോയും അതോടൊപ്പം മരത്തിന്റെ ഒരു ചെറിയ ബോക്സും. അവൾ ആ മരത്തിന്റെ ബോക്സിൽ കൈവച്ചപ്പോഴേക്കും പട്ടുവസ്ത്രത്തിനിടയിൽ നിന്നും കുറച്ച് ഫോട്ടോകൾ താഴേക്ക് ചിതറി വീണു. പരിഭ്രമത്തോടെ വാതിൽക്കലേക്ക് നോക്കിയ ശേഷം അവൾ ആ ഫോട്ടോകൾ പെറുക്കിയെടുത്തു. ആ ഫോട്ടോകളിൽ ഭരതനാട്യത്തിന്റെ വിവിധ ഭാവങ്ങളിൽ നിൽക്കുന്ന അതിസുന്ദരിയായ പെൺകുട്ടിയെ അവൾ അസൂയയോടെ നോക്കി. അപ്പോ ഇവളാണ് വൃശ്ചിക പറഞ്ഞ ലക്ഷ്യ. വെറുതെ അല്ല മരിച്ചുപോയിട്ട് സേതുവേട്ടൻ ഇവളെ മറക്കാത്തത്. ഓ, എന്താ ഭംഗി! വാതിൽക്കലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് അവൾ ആ ചിത്രങ്ങൾ ഓരോന്നായി മറിച്ചു നോക്കി. ചില ചിത്രങ്ങളിൽ ആ പെൺകുട്ടി സേതുവേട്ടന്റെ നെഞ്ചിൽ ചാരി നിൽക്കുകയാണ്. മറ്റു ചിലതിൽ അവൾ അങ്ങേരുടെ കയ്യിൽ തൂങ്ങി നിൽക്കുന്നു. അതെല്ലാം നോക്കിക്കഴിഞ്ഞതും അവൾ ആ സൂട്ട് കേസിനകത്തുണ്ടായിരുന്ന ഫ്രെയിം ചെയ്ത ഫോട്ടോ എടുത്ത് നിവർത്തി നോക്കി. ഏതോ സ്റ്റുഡിയോയിൽ വെച്ചെടുത്ത ആ ഫോട്ടോയിൽ മുടിയിലൊരു ചുവന്ന റോസാപ്പൂവും കുത്തി ബനാറസ് സിൽക്കിന്റെ സാരിയുമെടുത്ത് സേതുവേട്ടനോട് ചേർന്ന് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മനോഹരമായ ചിരി അവളെപ്പോലും ആകർഷിച്ചു. പഴയതുപോലെ ആ ഫോട്ടോ സൂട്ട് കേസിലേക്ക് തന്നെ വെച്ചിട്ട് അവൾ അതിനകത്തിരുന്ന മരത്തിന്റെ ബോക്സ് തുറന്നു നോക്കി. അതിനകത്തുണ്ടായിരുന്ന ചിലങ്കകൾ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. കയ്യിലേക്കെടുത്ത ആ ചിലങ്കയിൽ ഒന്ന് തട്ടി മണികളുടെ ശബ്ദം ആസ്വദിച്ചതിന് ശേഷം അവൾ വാതിൽക്കലേക്ക് ചെന്ന് പുറത്തേക്കൊന്ന് എത്തി നോക്കി ആരുമില്ലെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. തിരികെ മുറിയിലേക്ക് കയറിയ അവൾ ആ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് നോക്കി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതിൽ നിന്നും ഉയർന്നത് ഭരതനാട്യത്തിന്റെ ജതികളായിരുന്നു. മനോഹരമായ ശബ്ദത്തിൽ ഏതോ പെൺകുട്ടി പാടിയ ജതികൾ. അതും മരിച്ചുപോയ ലക്ഷ്യയുടെ ശബ്ദം തന്നെയായിരിക്കും എന്നവൾ ഊഹിച്ചു. ചിലങ്കകൾ കെട്ടിയാടിയിരുന്ന കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മയിൽ സ്വയമറിയാതെ അവൾ കയ്യിലിരുന്ന ആ ചിലങ്കകൾ കാലുകളിലേക്ക് കെട്ടി. ടേപ്പ് റെക്കോർഡറിൽ നിന്നും അപ്പോഴും ലക്ഷ്യയുടെ സ്വരമാധുരിയിൽ ഭരതനാട്യത്തിന്റെ ജതികൾ ഉയരുന്നുണ്ടായിരുന്നു. ഗണേശ ശ്ലോകം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് കടകമുദ്രകൾ പിടിച്ച് നമസ്കാരത്തിനായി തയ്യാറെടുക്കുമ്പോഴാണ് വാതിൽക്കൽ നിന്നും സേതുവിന്റെ അലർച്ച കേട്ടത്. ഡീ! ആ അലർച്ച കേട്ട് അവൾ നടുങ്ങി വിറച്ചുപോയി. കൊടുങ്കാറ്റ് പോലെ മുറിക്കകത്തേക്ക് കയറി വന്ന അവന്റെ ഭാവം കണ്ട് അവൾ വിറങ്ങലിച്ചു നിന്നു. ആരോട് ചോദിച്ചിട്ടാടി നീ ഇതിനകത്ത് കയറിയതൊക്കെ എടുത്തത്? കൈ ചൂണ്ടിക്കൊണ്ട് അലറിയ അവന്റെ കോപവും മുഖഭാവവും കണ്ടതോടെ അവൾ കരഞ്ഞുകൊണ്ട് കട്ടിലേക്ക് ചിലങ്കകൾ ഊരി മാറ്റി. ഇനി മേലാലി പടി കയറിയിട്ടുണ്ടേ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, കേട്ടോടി! ദേഷ്യം മാറാതെ അവൻ വീണ്ടും അലറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലങ്കകൾ ഊരി പെട്ടിയിലേക്ക് വെച്ചിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. അല്പനേരം അവൾ പോയ വഴിയെ നോക്കി നിന്ന സേതു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സ്വയം മറന്ന് അവളോട് ദേഷ്യപ്പെട്ടതോർത്ത് നെറ്റിയിൽ തല്ലി. ശേ! അവൻ പുറത്തേക്ക് ചെന്നപ്പോഴേക്കും അവൾ തന്റെ കൈനെറ്റി ഹോണ്ടയിൽ കയറി പാഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. മുറിയിലേക്ക് കയറിയ അവൻ എസ്റ്റിയുടെ താക്കോലുമെടുത്ത് പടികൾ ഓടിയിറങ്ങി. ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കിയ എസ്റ്റി അവൾ പോയ വഴിയെ തന്നെ അവൻ പറപ്പിച്ചു. മണ്ടോത്ത് പറമ്പിലെത്തിയപ്പോ ബൈക്കിന്റെ വേഗത അല്പമൊന്ന് കുറച്ചെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന തറവാടിന്റെ തിണ്ണയിൽ കാശിയപ്പൂപ്പനെ കാണാതെ വന്നതോടെ സേതു വീണ്ടും ബൈക്കിന്റെ വേഗത കൂട്ടി. കഴിഞ്ഞുപോയ ഉത്സവത്തിന്റെ അവശേഷിപ്പുകൾ പോലെ തേവരുടെ അമ്പലപ്പറമ്പിലെങ്ങും മഴയിൽ കുതിർന്ന നനഞ്ഞ തോരണങ്ങളും വെടിക്കെട്ടിന്റെ അവശിഷ്ടങ്ങളും കിടന്നിരുന്നു. കച്ചവടക്കാരെല്ലാം കടകൾ അഴിച്ചെടുത്ത്
മറ്റേതോ ദിക്കിലുള്ള ഉത്സവമേളത്തിന്റെ തിരക്കിലേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലായിരുന്നു. ആൽത്തറയ്ക്കടുത്ത് റോസിന്റെ സ്കൂട്ടർ കണ്ടതും സേതു അതിനടുത്തേക്ക് ബൈക്ക് ഒതുക്കി. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ അമ്പലക്കുളത്തിന്റെ കൽപ്പടവുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കാൽമുട്ടുകളിലേക്ക് മുഖം കുനിച്ചിരിക്കുകയായിരുന്ന റോസ് പിന്നിൽ കാൽപെരുമാറ്റം കേട്ട് മുഖം ഉയർത്തി നോക്കി. കരഞ്ഞു വീർത്ത അവളുടെ മുഖവും കലങ്ങിച്ചുവന്ന കണ്ണുകളും കണ്ടപ്പോ സേതുവിന് കഷ്ടം തോന്നി. അവനെ കണ്ടതും മുഖം ഒന്നുകൂടി വീർപ്പിച്ചു പിടിച്ച അവൾ കുളത്തിന്റെ അങ്ങേക്കരയിലേക്ക് നോട്ടം മാറ്റി. സോറി കൊച്ചെ. അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന അവൻ ക്ഷമ ചോദിച്ചെങ്കിലും അവൾ നോക്കാൻ കൂട്ടാക്കിയില്ല. സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നവരോട് ഉപയോഗിച്ചിരുന്നത് അതൊക്കെയും. അതുകൊണ്ടാ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത്. അല്ലാതെ നിന്നോട് ദേഷ്യം തോന്നിയിട്ടൊന്നും അല്ല കേട്ടോ. അതിനും റോസ് മറുപടിയൊന്നും പറഞ്ഞില്ല. റോസമ്മോ, അവൻ വീണ്ടും അവളെ വിളിച്ചു. ഈ പ്രാവശ്യം അവൾ വിളി കേട്ടു. സോറി. സാരയില്ല സേതുവേട്ട, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തതുകൊണ്ടല്ലേ. മറുപടി പറയുമ്പോ വെള്ളത്തിന് മുകളിൽ നീന്തി കളിക്കുന്ന മീനുകളിലായിരുന്നു അവളുടെ ശ്രദ്ധ. നീ നൃത്തം പഠിച്ചിട്ടുണ്ടോ? അവന്റെ ആ ചോദ്യത്തിൽ അവൾ മുഖം തിരിച്ച് അവനെ നോക്കി. അപ്പച്ചൻ മരിച്ചപ്പോ നിർത്തിയതാ. ചിലങ്ക കണ്ടപ്പോ പെട്ടെന്നൊരു കൊതി തോന്നിപ്പോയതുകൊണ്ടാ. സോറി സേതുവേട്ട. സാരമില്ല കൊച്ചെ. അത് ആരുടേതാണെന്ന് നിനക്കറിയോ? ലക്ഷ്യ ചേച്ചിയുടേതല്ലേ? അവളുടെ മറുപടി അവനിൽ കൗതുകമുണർത്തി. എങ്ങനെ അറിയാം? വൃശ്ചിക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചി ബോംബെയിൽ വെച്ച് ആക്സിഡന്റിൽ മരിച്ചു പോയതല്ലേ? മറുപടി പറയാതെ ഒരു നെടുവീർപ്പോടെ അവൻ അവളെ നോക്കി. നിറം മങ്ങിപ്പോയൊരു ചിരി ആ ചുണ്ടിന്റെ കോണിൽ തെളിഞ്ഞു. നല്ല ഭംഗിയായിരുന്നല്ലേ ആ ചേച്ചിയെ കാണാൻ? ഫോട്ടോയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അന്തിച്ചുവപ്പിന്റെ ചായക്കൂട്ട് ഒഴുകിപ്പരന്ന ആകാശച്ചെരുവിന്റെ ഭംഗിയിലേക്ക് അവൻ വിരൽ ചൂണ്ടി. ചിരിക്കുമ്പോ അവളുടെ കവിളുകൾക്ക് ഈ ആകാശത്തിന്റെ ചുവപ്പിനേക്കാൾ ഭംഗിയുണ്ടാകുമായിരുന്നു. കുറുമ്പ് പിടിച്ച് വഴക്കിടുമ്പോഴാവട്ടെ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന പ്രകൃതിയെ പോലെയായിരുന്നു. മൂടിക്കെട്ടി മുഖം വീർപ്പിച്ച് നിൽക്കുമ്പോൾ പോലും എന്തൊരു ഭംഗിയായിരുന്നെന്നോ. സേതുവിന്റെ വാക്കുകളിൽ കൂടി റോസ് അറിയുകയായിരുന്നു അവന് ലക്ഷ്യയോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴം. അവൾക്ക് ആ പെൺകുട്ടിയോട് അസൂയ തോന്നി. മരണത്തിന്റെ കയ്യും പിടിച്ച് ഓർമ്മയുടെ താളുകളിലേക്ക് നടന്നു മറിഞ്ഞു പോയിട്ട് പോലും ഇന്നും മിഴിവോടെ ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ എത്രമാത്രം ആഴവും പരപ്പും നിറഞ്ഞതായിരിക്കാം അവരുടെ പ്രണയം. ആ ചേച്ചിയെ ബോംബെയിൽ എവിടെ വെച്ചാ സേതുവട്ടം കണ്ടുമുട്ടിയേ? ആക്സിഡന്റില് ചേച്ചി മരിച്ചതിന് ശേഷമാണോ സേതുവട്ടം ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നേ? അവൾ മരിച്ചതല്ല കൊച്ചേ. പിന്നെ? ആകാംക്ഷയും അത്ഭുതവും കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മുഖമൊന്ന് അമർത്തി തുടച്ചിട്ട് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. കഴിഞ്ഞുപോയ ഏതോ ഓർമ്മകളുടെ വേദനയിൽ അവന്റെ കണ്ണുകളിൽ ഒരു നീർത്തിളക്കം പൊടിഞ്ഞത് അവൾ കണ്ടു. അതൊരു കൊലപാതകമായിരുന്നു. ശ്വാസം മുട്ടും പോലെ അവൾ വായു അകത്തേക്ക് ആഞ്ഞു വലിച്ചു. അവളുടെ കണ്ണുകൾ പുറത്തേ കുന്തി വന്നു. മിഴിച്ച കണ്ണുകളോടെ ശ്വസിക്കാൻ പോലും മറന്നതുപോലെ അവൾ അവനെ നോക്കി. മറക്കാൻ ശ്രമിച്ചിട്ടും ഇന്നേ വരെ അതിന് സാധിച്ചിട്ടില്ലാത്ത, പ്രണയിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ഒടുവിൽ വേദനിപ്പിക്കുകയും ചെയ്ത കഴിഞ്ഞുപോയ കാലങ്ങളുടെ ആ ഓർമ്മകളിലേക്ക് അവന്റെ മനസ്സ് വഴുതി വീണു. സർക്കിൾ ഇൻസ്പെക്ടർ ശിവദാസൻ സാർ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്റ്റേഷനിലേക്ക് എത്തിയതായിരുന്നു റിജു. അവനെയും കാത്ത് SI ജോൺ സ്റ്റേഷന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ ജോണെ, ശിവദാസൻ സാർ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത്? റിജു ചോദിച്ചു. അറിയില്ലടാ, അന്നൊരിക്കൽ തന്റെ അളിയനും അങ്ങനെയുടെ കൂട്ടുകാരും കൂടെ പുറത്തുള്ള കരിമ്പനക്കാട്ടുകാരെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതേക്കുറിച്ച് എന്തോ സംസാരിക്കാനാണെന്നാ എന്റെ ഒരു ഊഹം. അതേക്കുറിച്ച് ഇനി എന്ത് സംസാരിക്കാൻ? അതൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തതല്ലേ? അതെ, പക്ഷേ കഴിഞ്ഞ ദിവസം അവിടുത്തെ DYSP പുള്ളിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ഇനിയിപ്പോ എന്താണാവോ പ്രശ്നം? ഒരു തലവേദന വരുന്ന വഴിയേ. ഈർഷ്യയോടെയാണ് റിജു ശിവദാസൻ സാറിന്റെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത്. റിജു, വരൂ വരൂ, ഇരിക്കൂ. സാല്യൂട്ട് ചെയ്തതും അങ്ങേര് ആവശ്യപ്പെട്ടതനുസരിച്ച് റിജു മുന്നിലുള്ള കസേരയിലേക്കിരുന്നു. എടോ, ആ വാതിലങ്ങ് ചാരിയേക്ക്. പിന്നാലെ അകത്തേക്ക് കയറി വന്ന SI ജോണിനോട് ശിവദാസൻ സാർ പറഞ്ഞത് കേട്ട് റിജുവിന്റെ പുരികങ്ങൾ ചുളിഞ്ഞു. ഞാൻ പറയാൻ പോകുന്ന കാര്യം മറ്റാരും കേൾക്കണ്ടെന്ന് കരുതിയാ പറഞ്ഞിട്ട് ശിവദാസൻ ചിരിച്ചു. എന്താണ് സാർ, എന്തെങ്കിലും കാര്യമായ പ്രശ്നമാണോ? റിജു ആകാംക്ഷയോടെ ചോദിച്ചു. അങ്ങനെ കാര്യമായ പ്രശ്നമൊന്നുമല്ല.
പക്ഷെ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട പ്രശ്നം തന്നെയാ. പരസ്പര വിരുദ്ധമായ ആ പറച്ചിൽ കേട്ട് ജോണും റിജുവും പരസ്പരം നോക്കി. തന്റെ അളിയന്റെ ആ ഒരു കൂട്ടുകാരനില്ലേ സേതുനാഥൻ മാരാര്? ഓവ്. ആ, അയാള് കുറച്ചു നാള് ബോംബെയിലായിരുന്നില്ലേ? അതെ, അവിടെയായിരുന്നു അവന് ജോലി. തിരികെ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം 2 കൊല്ലം ആകുന്നതേ ഉള്ളൂ. എന്താ സാർ പ്രശ്നം? അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരുത്തനല്ലടോ. അല്പം പ്രശ്നമാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാര്യം മനസ്സിലാവാതെ പരസ്പരം ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് റിജുവും ജോണും സർക്കിൾ ഇൻസ്പെക്ടർക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറെടുത്തു. ബോംബെയിലെ നരിമൻ പോയിന്റിലുള്ള ഭാഗ്യ ഷിപ്പിംഗ് ഏജൻസിയിൽ അക്കൗണ്ട്സ് സെക്ഷനിൽ ജോലിക്ക് ചേർന്നിട്ട് അന്ന് ഏകദേശം 6 മാസം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബോംബെക്കാരനായിരുന്ന ഒരു രേവന്ത് റെഡ്ഡിയുടേതായിരുന്നു ആ കമ്പനി. പുള്ളിക്കാരന്റെ ഭാര്യ ബോംബെയിൽ തന്നെ സ്ഥിര താമസമാക്കിയ ഒരു മലയാളി കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീയായിരുന്നു ഭാഗ്യ രേവന്ത്. അവരുടെ പേരിലായിരുന്നു ആ കമ്പനിയും. അന്ന് താമസം നരിമൻ പോയിന്റിൽ തന്നെയുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു. കൂട്ടത്തിൽ ജംനാലാൽ ബജാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ MBAക്ക് പഠിക്കുന്ന ശിവനന്ദനും പിന്നെ ഒരു വിഷ്ണുപ്രസാദ് ഉണ്ടായിരുന്നു. എറണാകുളത്തുള്ള ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായ വിഷ്ണുപ്രസാദ് ശിവനന്ദന്റെ സഹായം കൊണ്ടുകൂടിയ ഫ്ലാറ്റിലെ താമസവും പഠിത്തവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇടയ്ക്ക് ഞാനും അവനെ സഹായിക്കാറൊക്കെ ഉണ്ട്. വാതോരാതെ സംസാരിക്കുന്ന വിഷ്ണുപ്രസാദിന് ഫ്ലാറ്റിൽ ഞങ്ങളെക്കാളൊക്കെ പരിചയക്കാരും ഉണ്ടായിരുന്നു. ഒരു മാർച്ച് മാസത്തിലെ കണക്കെടുപ്പിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഏപ്രിലിന്റെ തുടക്കത്തിലുള്ള ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. ഓർമ്മകളെ ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കും പോലെ സേതു നിശബ്ദനായപ്പോ റോസ് അവൻ അതിനുള്ള ഇടം കൊടുത്തുകൊണ്ട് കുളപ്പടവുകളുടെ ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. ഹാ, നിങ്ങളിതുവരെ റെഡിയായില്ലേ? മുറിയിലേക്ക് കയറി വന്ന വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് തയ്യാറാവുകയായിരുന്ന സേതുവും ശിവനന്ദനും അവനെ നോക്കി. ഷർട്ടൊക്കെ ഇൻ ചെയ്ത് ആയുടെ പുറത്തിറങ്ങിയ ജീൻസും ഷൂസും ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ടാണ് വിഷ്ണുവിന്റെ നിൽപ്പ്. മുടി ചീവുകയായിരുന്ന സേതു ചീപ്പ് മേശപ്പുറത്തേക്ക് ഇട്ടിട്ട് അവനെ അടിമുടി ഒന്ന് നോക്കി. എന്താ നിന്റെ ഉദ്ദേശം? വടക്കേ ഇന്ത്യക്കാർ ധരിക്കുന്ന തരത്തിലുള്ള നീളം കൂടിയൊരു ജുബ്ബയും മുണ്ടുമായിരുന്നു സേതുവിന്റെ വേഷം. ശിവനന്ദനും അതേപോലെ തന്നെ ഷർട്ടിലും മുണ്ടിലുമായിരുന്നു. രേവന്ത് റെഡ്ഡിയുടെ ഒരേ ഒരു മകളായ ലക്ഷ്യ രേവന്തിന്റെ നൃത്തം അന്ന് നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൽ നടക്കുന്നത് കാണാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. ഓഫീസിലുള്ള എല്ലാവർക്കും ക്ഷണമുണ്ട്. കൂട്ടത്തിൽ കൂടിയതാ ശിവനന്ദനും വിഷ്ണുപ്രസാദും. എന്താ ഉദ്ദേശമൊന്നു? സേതു കേട്ടോ, നിങ്ങളുടെ മുതലാളിയുടെ മോളെ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? ഓ, ഒന്ന് കാണണം, പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. ഏതോ ഓർമ്മയിൽ അവൻ നെടുവീർപ്പിടുന്നത് നോക്കി സേതു ചിരിച്ചു. അതിനാണോ ഈ കോലം? പിന്നെ അല്ലാതെ, പറ്റിയ ഡാൻസ് കഴിയുമ്പോ ഒന്ന് പോയി പരിചയപ്പെടണം. എങ്ങാനും ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ടാലും ഉണ്ടല്ലോ. ഓ, ഇഷ്ടപ്പെട്ടാല്? ശിവനന്ദൻ എടുത്ത് ചോദിച്ചു. എന്റെ മച്ചാനെ പിന്നെ ആർക്ക് വേണം ഈ MBA? പിന്നെ ഞാനായിരിക്കില്ലേ ഭാഗ്യ ഷിപ്പിംഗ് ഏജൻസിയുടെ MD. സേതുവേട്ടൻ വിഷമിക്കണ്ട, സേതുവേട്ടനെ ഞാൻ അക്കൗണ്ട്സ് മാനേജരാക്കി പ്രമോട്ട് ചെയ്തേക്കാം. അതും പറഞ്ഞവൻ സേതുവിന്റെ തോളത്ത് തട്ടി. ഒന്നു മോനെ, അവിടെ പോയാലേ പ്രോഗ്രാം കഴിയുമ്പോൾ നല്ല ഭക്ഷണം കിട്ടും. ഞാൻ ഈ ബോംബെയിൽ വന്നേക്കുന്നത് തന്നെ രണ്ട് കാര്യങ്ങൾക്കാ. വിഷ്ണുവിന്റെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. എന്തോന്നാ അത്? അവൻ ചോദിച്ചു. ഒന്ന്, ഈ ബോംബെ മുഴുവൻ കണ്ടങ്ങ് അടിച്ചു പൊളിക്കുക. പിന്നൊന്ന്, നല്ല ഒന്നാന്തരം നോൺ വെജ് ഭക്ഷണം കഴിക്കുക. അവിടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അത് ശരി, മാരാള് കൊള്ളാലോ. ശിവനന്ദൻ കളിയാക്കും മട്ടിൽ ചിരിച്ചു. നിങ്ങള് ഭക്ഷണം ലക്ഷ്യം വെച്ചോളൂ, പക്ഷെ എന്റെ ലക്ഷ്യം ലക്ഷ്യക്കുട്ടിയാണ്. അതിനിടയ്ക്ക് ഇടം കുരുടാൻ വന്നേക്കരുത്. എടാ നശൂലമേ, അവൾക്ക് ചുറ്റും ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടാകും. വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കിയേക്കരുത്. ശിവനന്ദന്റെ താക്കീത് കേൾക്കാത്ത മട്ടിൽ അവൻ സേതുവിനെ നോക്കി കണ്ണിറുക്കി. നാഷണൽ സെന്ററിനടുത്തുള്ള മറൈൻ ഡ്രൈവിലേക്ക് വണ്ടി പിടിച്ചെത്തുമ്പോഴേക്കും അവിടെ കാറുകളുടെ നീണ്ട നിരയായിട്ടുണ്ടായിരുന്നു. ബോംബെയിലെ അറിയപ്പെടുന്ന വ്യവസായിയാണ് രേവന്ത് റെഡ്ഡി. രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തുമൊക്കെ അത്യാവശ്യം പരിചയം പിടിപാടുമൊക്കെ ഉള്ളയാൾ. വാഹനങ്ങളെയും ആളുകളെയും നിയന്ത്രിക്കുന്ന പോലീസുകാർക്കും യൂണിഫോം ഇട്ട പരിചാരകർക്കുമിടയിലൂടെ അവർ ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തേക്ക് എത്തിയപ്പോൾ അവിടെ ജനറൽ മാനേജർ വിവേകാനന്ദ ഷേണായി നിൽപ്പുണ്ടായിരുന്നു. സേതുവിനെ കണ്ടതും അയാൾ ധൃതി പിടിച്ച് അവന്റെ അടുത്തേക്ക് വന്നു. 60 വയസ്സിനോടടുത്ത് പ്രായമുള്ള ആളായിരുന്നു ഷേണായി. നരച്ച മുടി പറ്റെ പിന്നിലേക്ക് വാരി വെച്ചിട്ടുണ്ട്.
ഏതോ അമ്പലത്തിലെ കുങ്കുമം കൊണ്ട് ചെറിയൊരു ഗോപിയും നെറ്റിയിൽ വരച്ചിട്ടുണ്ട്. ഭാഗ്യരേവന്തിന്റെ ബന്ധു കൂടിയാണ് ഈ ഷേണായി. അങ്ങേരുടെ മുഖത്തെ പരിഭ്രമം കണ്ട് സേതുവിന്റെ നെറ്റി ചൊളിഞ്ഞു. എന്തു പറ്റി സാർ? അവൻ ചോദിച്ചു. ആ സേതു, ഞാൻ നിന്നെയും നോക്കി നിൽക്കുകയായിരുന്നു. എന്താ സാർ പ്രശ്നം? ലക്ഷ്യമോളുടെ ഇന്നത്തെ ഡാൻസ് ഒരു ഫ്യൂഷൻ ആണെന്ന് നിനക്കറിയാലോ. ഉവ്, ഇൻവിറ്റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നല്ലോ. ഭരതനാട്യത്തിനോടൊപ്പം മറ്റെന്തൊക്കെയോ ചേർന്നുകൊണ്ടുള്ള ഒരു അവതരണമാണ്. മോളും മോളുടെ ഡാൻസ് മാഷും ചേർന്നാ അതൊക്കെ ശരിയാക്കിയേക്കുന്നേ. പക്ഷേ ദാ അല്പം മുന്നേ ആളുടെ ഒരു ഫോൺ വന്നേക്കുന്നു. ആൾക്ക് വരാൻ പറ്റില്ല അത്രേ. ആളുടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു നെഞ്ചുവേദന. ഇപ്പോ ഹോസ്പിറ്റലാണെന്ന്. അതിനിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? അതാ ഇപ്പൊ നന്നായേ. നീ ആ ശങ്കരന്മാരുടെ മോനല്ലേ? അപ്പോ മൃദംഗം വായിക്കാൻ നിനക്ക് അറിയോ എന്ന് ചോദിക്കാനാ ഞാനിവിടെ നിന്നേ. മോളുടെ ആശാനാണേ മൃദംഗം വായിക്കുന്നേ. മൃദംഗം മാത്രമല്ല, പാട്ടിനിടയ്ക്കുള്ള ജതികളും പുള്ളിക്കാരൻ തന്നെയാ പാടിയിരുന്നേ. നിനക്ക് പറ്റുമോ സേതുവേ? നോക്കാം സാർ. ഹാവൂ, ഇപ്പോഴാ ഒരു സമാധാനമായേ. പലരെയും വിളിച്ചു നോക്കിയെങ്കിലും ഈ അവസാന നിമിഷത്തിൽ ആരെ കിട്ടാനാ? എന്നാ പിന്നെ സമയം വൈകണ്ട, നമുക്ക് സ്റ്റേജിലേക്ക് പോവാം. അങ്ങേര് തിടുക്കം കൂട്ടി. ശരി. ഷേണായി സാറിനൊപ്പം നടന്നു തുടങ്ങിയ സേതുവിന്റെ കയ്യിൽ വിഷ്ണു കയറി പിടിച്ചു. അവൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു. എന്താടാ? അതെ, ആ കൊച്ചിന് ശരിക്കും ഒന്നങ്ങ് പരിചയപ്പെട്ടോ? എന്നിട്ട് ഡാൻസ് കഴിയുമ്പോൾ ഞങ്ങളെയും കൂടി വിളിച്ച് പരിചയപ്പെടുത്തണം, ഏറ്റല്ലോ? ശിവനന്ദൻ വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു. നീ അങ്ങ് മാറിക്കടാ. എന്നിട്ട് സേതുവിനോട് പറഞ്ഞു. ദേ, ഇവൻ അങ്ങനെയൊക്കെ പറയും. സേതുണ്ണൻ ചെന്നേ. അവർ കയറി ചെല്ലുമ്പോൾ സ്റ്റേജിന്റെ ഒരു വശത്തായി ഒരു കൂട്ടം ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ രേവന്ത് റെഡ്ഡിയെയും ഭാഗ്യ രേവന്തിനെയും കണ്ട് സേതു ഭവ്യതയോടെ ഒതുങ്ങി നിന്നു. ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് 6 മാസത്തോളമായെങ്കിലും ഇത്ര അടുത്ത് അവൻ അവരെ ആദ്യമായി കാണുകയായിരുന്നു. ഷേണായിയെയും സേതുവിനെയും കണ്ട് അവർ രണ്ടുപേരും അടുത്തേക്ക് വന്നു. സേതുവിനെ ഒന്ന് നോക്കിയിട്ട് ഭാഗ്യ രേവന്ത് ഷേണായിയോട് ചോദിച്ചു. ഇതാണോ ആള്? അതെ, ഇതാണ് ഞാൻ പറഞ്ഞ സേതുനാഥന്മാരാര്. രേവന്ത് റെഡ്ഡി സേതുവിനെ നോക്കി ചിരിച്ചു. ഇയാളുടെ അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ട്. ഐ ഡു റിയലി ലൈക്ക് ഹിം. ഒരിക്കൽ ഡൽഹിയിൽ വെച്ച് പെർഫോമൻസ് കണ്ടിട്ടുമുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത മട്ടിൽ രേവന്ത് സാബ് മലയാളം സംസാരിക്കുന്നത് കേട്ട് സേതു കണ്ണുമിഴിച്ചു. മേ മലയാളം ഇൻസെസീക്ക. അവന്റെ കണ്ണു മിഴിച്ചുള്ള നിൽപ്പ് കണ്ട് അയാൾ ഭാഗ്യയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൂട്ടിച്ചേർത്തു. എന്നാ ഇനിയൊട്ട് താമസിക്കാതെ അണ്ണൻ ഇയാൾക്ക് ആ പാട്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ഭാഗ്യ രേവന്ത് പറഞ്ഞത് കേട്ട് ഷേണായി സേതുവിനെയും കൂട്ടി പക്കമേളക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവിടെ വാദ്യോപകരണങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. രേവതി, സേതുവിന് ആ പാട്ടൊന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ഷേണായി സാർ പറഞ്ഞത് കേട്ടതും കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടി തന്റെ കയ്യിലിരുന്ന ടേപ്പ് റെക്കോർഡർ പതിഞ്ഞ ശബ്ദത്തിലൊന്ന് ഓൺ ചെയ്തു. അതിലെ പാട്ടും ജതികളും സേതു ശ്രദ്ധയോടെ കേട്ടു. ഒരു പ്രാവശ്യം ഒന്ന് കേട്ടതിന് ശേഷം ആ ടേപ്പ് റെക്കോർഡർ കയ്യിലേക്ക് വാങ്ങിയിട്ട് മൃദംഗത്തിനടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അവൻ ആ മൃദംഗത്തിന്റെ ശ്രുതി നോക്കി. തുടർന്ന് ആ പാട്ടിനനുസരിച്ച് അതിൽ താളമിട്ട് നോക്കി. ജതികളും ഒരിക്കൽ കൂടി ഒന്ന് കേട്ടതിന് ശേഷം അവൻ മുഖമുയർത്തി. എങ്ങനെ പറ്റുമല്ലോ അല്ലേ? ചോദ്യത്തിനൊപ്പം ഷേണായി സാറിന്റെ മുഖം നിറയെ ഉത്കണ്ഠയായിരുന്നു. സേതു പെരുവിരൽ ഉയർത്തി ഓക്കെ കാണിച്ചതും എല്ലാ മുഖങ്ങളിലും ആശ്വാസം നിറഞ്ഞു. അരേ സാജൻ, ബേട്ടിക്കോ ബുലാവോ. വീണ്ടും ശ്രുതി നോക്കുന്നതിനിടയിൽ രേവന്ത് സാബ് ആരോടോ വിളിച്ചു പറയുന്നത് സേതു കേട്ടു. പാട്ട് പാടുന്നത് ഞാനാ, സാറ് ജതികൾ മാത്രം ഒന്ന് പാടിയാ മതി. തൊട്ടടുത്തു നിന്നും രേവതി പറഞ്ഞപ്പോ അവൻ അവളെ നോക്കാതെ തന്നെ തലയാട്ടി. ഓക്കെ, മനസ്സിലായി. അവൻ പറഞ്ഞു നിർത്തിയതിന്റെ തുടർച്ചയായി ചിലങ്കകളുടെ ധ്വനി ആ സ്റ്റേജിൽ മുഴങ്ങി. മുഖം താഴ്ത്തിയിരുന്ന സേതുവിന്റെ കണ്ണുകളിലേക്ക് ആദ്യം കടന്നു വന്നത് മനോഹരമായ 2 കാൽപാദങ്ങളാണ്. വിരലിന്റെ അഗ്രങ്ങളിലും പാദങ്ങൾക്കു ചുറ്റും ചുവന്ന ചായം തേച്ചു മിനുക്കിയ തുടുത്ത കാൽപാദങ്ങൾ, അതിനു മുകളിലായി ചേർന്ന് കിടക്കുന്ന ചിലങ്കകൾ. അവന്റെ കണ്ണുകൾ ആ പാദങ്ങളുടെ മനോഹാരിതയിൽ നിശ്ചലമായി. അല്പനേരം അവന്റെ ആ നോട്ടം തുടർന്നതും ചിലങ്ക കെട്ടിയ ആ ഇടത്തെ കാൽ ഉയർന്ന് വലത്തെ കാലിൽ 2 തട്ടൽ. ചിലങ്കകളുടെ ആ മണിനാദത്തിൽ ഞെട്ടി അവൻ മുഖമുയർത്തി. ഭൂമിയിലെ മനോഹാരിത മുഴുവൻ ആവാഹിച്ചെടുത്തൊരു പെൺകുട്ടി അവനെ നോക്കി ഇടത്തെ പുരികമുയർത്തി എന്തേ എന്നൊരു ചോദ്യമെയ്യുന്നു. മഷിയെഴുതി കറുപ്പിച്ച നീണ്ടിടം പെട്ടു വിടർന്ന ആ കണ്ണുകളുടെ മാസ്മരികതയിൽ മയങ്ങി
ചുറ്റുമുള്ള ഭൂമി നിശ്ചലമായി പോയതുപോലെ അവൻ അവളെ നോക്കിയിരുന്നു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും നൽകുന്നതിനൊപ്പം ഹൈപ്പ് കൂടി നൽകി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.